Hi all. നമ്മൾ last class subtraction വരെയാണെന്ന് പറഞ്ഞു നിർത്തിയിരുന്നത്. So today we will be discussing about the mnemonic sub. Okay, that is sub r or sub m. നമ്മൾ already discuss ചെയ്തതാണ്. Sub r means we will be subtracting the contents of a minus contents of r, that particular register, and the resultant will be stored in the accumulator itself. And if it is m also, we will be doing the same. The contents of a minus contents of m, and the resultant will be stored in a itself. Okay, അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഫോർ എക്സാമ്പിൾ നമ്മൾ സബ് ഇ ആണ് എക്സാമ്പിൾ ആയിട്ട് എടുക്കണേ. ഓക്കെ, സബ് ഇ, ഐ എം ടേക്കിംഗ് സബ് ഇ ആസ് ദി എക്സാമ്പിൾ. ഓക്കെ, ഇൻ സബ് ഇ I have stored CD, value CD in the A register, and in the accumulator I am having the value AB. Okay, അപ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? We are using the keyword sub E. Sub E എന്ന് യൂസ് ചെയ്താൽ എന്താ സംഭവിക്കുക? Sub E എന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ AB യിൽ നിന്ന് AB എന്നുള്ള കണ്ടന്റ്, അക്യുമുലേറ്ററിലെ കണ്ടന്റ് മൈനസ് എന്ത് ചെയ്യും? ഈ രജിസ്റ്ററിലെ കണ്ടന്റ് ചെയ്യും. ഓക്കെ, സോ നമുക്കറിയാം ABH ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് കുറച്ചും കൂടി വ്യക്തമായിട്ട് ഇവിടെ കാണിച്ചിട്ടുള്ളതാണ്. നമ്മൾ നേരത്തെ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. സബ്ട്രാക്ഷൻ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? 2's കോംപ്ലിമെന്റ് അഡീഷൻ വെച്ചിട്ടാണ് ചെയ്യുക. ഓക്കെ, സബ്ട്രാക്ഷൻ നമ്മൾ 2's കോംപ്ലിമെന്റ് അഡീഷൻ വെച്ചിട്ടാണ് ചെയ്യുക. സോ ABH മീൻസ് നിങ്ങൾ നോക്കുക, എ എന്ന് പറഞ്ഞാൽ എന്താണ്? എ എന്ന് പറഞ്ഞാൽ 10 എന്നതാണ്. ബി എന്ന് പറഞ്ഞാൽ എന്താണ്? 11 ആണ് അല്ലേ? അപ്പൊ ബി 11 നമ്മൾ എങ്ങനെ എഴുതുക? 1011. ഓക്കെ, 10 എങ്ങനെ എഴുതുക? 1010. ഇതൊക്കെ നിങ്ങൾ ഡിജിറ്റലിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ബൈനറിയിൽ നമ്മൾ എഴുതിയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, സോ ടു ഇത് ബൈനറിയിൽ നമ്മൾ എങ്ങനെയാണ് 11 റെപ്രസെന്റ് ചെയ്യുക? 1011 ബി. ഓക്കെ, എ എന്ന് പറയുന്നതാണ് 10 നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക? 1010. ഓക്കെ, ഇനി നമുക്ക് സി ഡി ആണുള്ളത്. സി ഡി എന്ന് പറഞ്ഞാൽ ശരിക്കും സി എന്ന് പറഞ്ഞാൽ 1100 ആണ്. ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? 1101 ആണ്. അപ്പോൾ നമ്മളത് 2's കോംപ്ലിമെന്റ് എടുക്കുമ്പോൾ എന്താണ് ചെയ്യുക? ഇതിന്റെ 1's കോംപ്ലിമെന്റ് എടുക്കുക, 1 ആഡ് ചെയ്യുക. സോ ഇതാണ് ഇതിന്റെ 2's കോംപ്ലിമെന്റ്. ഓക്കെ, അപ്പോൾ സബ്ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ ആക്ച്വലി നടക്കുന്നത് എന്താണ്? അഡീഷൻ, 2's കോംപ്ലിമെന്റ് അഡീഷൻ ആണ് നടക്കുന്നത്. ഓക്കെ, സോ ഇത് രണ്ടും കൂടി നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ, അതായത് നമ്മൾ ഈ രജിസ്റ്ററിലുള്ള കണ്ടന്റിന്റെ 2's കോംപ്ലിമെന്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? അക്യുമുലേറ്ററിലെ കണ്ടന്റ് ആഡ് ചെയ്യാണ് ആക്ച്വലി ചെയ്യണത്. ഓക്കെ, സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ 2's കോംപ്ലിമെന്റ് അഡീഷൻ വെച്ചിട്ടാണ് നമ്മൾ മൈക്രോ പ്രോസസറിൽ ചെയ്യണത്. അപ്പോൾ ആൻസർ എന്തായിരിക്കും? 1101 1010 1011, അതായത് എ ബിയും സി ഡിയും കൂടി ഞാൻ ആഡ് ചെയ്യുന്നു. അപ്പോൾ റിസൾട്ടന്റ് എന്തായി? DE, ആഡ് ചെയ്യല്ല, സബ്ട്രാക്ട് ചെയ്യുന്നു. ഓക്കെ, സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ടന്റ് എന്തായി? DE ആയി. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാണ് കിട്ടുന്നത്? 2's കോംപ്ലിമെന്റ് അഡീഷൻ വെച്ചിട്ടാണ് കിട്ടുന്നത്. ഓക്കെ, ഇത് രണ്ടും കൂടി ആഡ് ചെയ്തു. 1 + 1 എന്താണ്? 10 + 1 11, 1 + 1 10 + 1 11. ഇവിടെ 1 വന്നു, വീണ്ടും 1 വന്നു, അവിടെ നിന്ന് ഇവിടെ വന്നു. ഓക്കെ, ഇവിടെ 1 + 0 അത് വീണ്ടും 1 ആയി. 0 + 1 1 ആയി. പിന്നെ 1 + 1 എന്ന് പറഞ്ഞാൽ എന്തായി? 10 ആയി. 0 + 0 ന്റെ കൂടെ ക്യാരി 1 കൂടി വന്നു, 1. പിന്നെ 1 + 0 1. അങ്ങനെയാണ് ഈ ആൻസർ കിട്ടിയിട്ടുള്ളത്. ഇനി 1110 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇ ആണ്. ഓക്കെ, ഹെക്സാഡെസിമലിലെ ഇ ആണ്. ഇനി 1101 എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെക്സാഡെസിമലിലെ ഡി ആണ്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടിയിട്ടുള്ളത്? സബ്ട്രാക്ട് ചെയ്തിട്ട് ഈ ഒരു വാല്യൂ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം എങ്ങനെയാണ്. ഇപ്പോൾ 5നെ നമ്മൾ എങ്ങനെയാണ് ബൈനറിയിൽ എഴുതുക? 5 എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിവിടെ 2⁻0 2⁻1 2⁻2 2⁻3 അല്ലേ? ഇവിടെ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? 11 അല്ലേ? 11 എന്ന് പറഞ്ഞാൽ 2⁻0 എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ 1 എന്നായിരിക്കും ഇതിന്റെ പ്ലേസ് വാല്യൂ. ഇത് 2 ആയിരിക്കും. ഓക്കെ, ഇത് 4 ആയിരിക്കും. ഇവിടെ 4 ആയിരിക്കും. അതുപോലെ ഇതിന്റെ പ്ലേസ് വാല്യൂ എന്തായിരിക്കും? 8 ആയിരിക്കും ബൈനറിയിൽ. ഓക്കെ, നിങ്ങളിത് പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ബി എന്ന് പറയുന്നതാണ് 11 നമ്മൾ എന്താ എഴുതുക? 8 + 2 + 1 11. ഓക്കെ, അങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. അങ്ങനെയാണ് ഇത് എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി നടക്കുന്നത് എന്താണ്? 2's കോംപ്ലിമെന്റ് അഡീഷൻ ആണ് നടക്കുന്നത്. അതായത് അക്യുമുലേറ്ററിലെ കണ്ടന്റിന്റെ കൂടെ നമ്മൾ രജിസ്റ്ററിലുള്ള അല്ലെങ്കിൽ മെമ്മറിയിലുള്ള കണ്ടന്റിന്റെ 2's കോംപ്ലിമെന്റ് എടുത്തിട്ടുള്ള അഡീഷൻ ആണ് ആക്ച്വലി അവിടെ നടക്കുന്നത്. ഓക്കെ, സോ സബ് ഇ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ റിസൾട്ടന്റിന് അനുസരിച്ചിട്ട് നമ്മളെ ക്യാരി ഫ്ലാഗ് എന്താവും? ഇവിടെ സ്റ്റാറ്റസ് ഫ്ലാഗുകളൊക്കെ എന്താവും? സെറ്റ് ആവും. ഓക്കെ, ലാസ്റ്റ് ഇവിടെ ഒരു ഇത് വന്ന് ക്യാരി ഫ്ലാഗ്, ഓക്സിലറി ക്യാരി, അതേപോലെ സൈൻ ബിറ്റ്, പാരിറ്റി ബിറ്റ്, 0 ഫ്ലാഗ് ഒക്കെ എന്താവും? ഇതിനനുസരിച്ചിട്ട് മാറ്റം സംഭവിക്കും ഡിപ്പെൻഡിങ് അപ്പോൺ ദ റിസൾട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫ്ലാഗ് രജിസ്റ്റർ. നമുക്ക് ഇപ്പോൾ ഒരു അഡീഷനോ ഒരു സബ്ട്രാക്ഷനോ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടിന് അനുസരിച്ചിട്ട് ആരുടെ സ്റ്റാറ്റസ് മാറും? നമ്മുടെ ഫ്ലാഗ് രജിസ്റ്ററിന്റെ സ്റ്റാറ്റസ്, ഓരോ ബിറ്റിന്റെയും സ്റ്റാറ്റസ് മാറും.
ഓക്കെ, അത് നമ്മൾ ഓരോ ഫ്ലാഗ് രജിസ്റ്റർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക. ഓരോ ബിറ്റും എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, സീറോ ഫ്ലാഗ്, പാരിറ്റി, സൈൻ, ഓക്സിലറി ക്യാരി ഇതൊക്കെയാണ് ഈ ഫ്ലാഗുകൾ. ഈ ഫ്ലാഗുകളൊക്കെ എപ്പോഴാണ് സെറ്റ് ആവുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് എങ്ങനെയാണ് സെറ്റ് ആവുന്നതെന്ന് ഞാൻ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് നോക്കുക, ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ. ഓക്കെ, അപ്പോൾ ഈ ഫ്ലാഗുകൾ എങ്ങനെയാണ് സെറ്റ് ആവുന്നത്, ഡിപ്പെൻഡിങ് അപ്പോൺ ഈ റിസൾട്ട് നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക, ഈ ഫ്ലാഗുകൾ സെറ്റ് ആവുക. ഓക്കെ, ഫോർ ദ ടൈം ബീങ് നമുക്ക് ഇത്രേ പറയാനുള്ളൂ. ഞാൻ ആ ഫ്ലാഗ് രജിസ്റ്ററും കൂടി അപ്ഡേറ്റ് ആവുമെന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. സബ്ട്രാക്ഷൻ ചെയ്യുന്ന സമയത്ത് എന്താണ് ചെയ്യുക, അക്യൂമുലേറ്ററിലെ കണ്ടന്റ് മൈനസ് രജിസ്റ്ററിലെ കണ്ടന്റ്. ആ സബ്ട്രാക്ഷൻ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് ഇൻ മൈക്രോ പ്രൊസസർ എന്താണ്, 2's കോംപ്ലിമെന്റ് അഡീഷൻ ആണ്. ഓക്കെ, സോ ഇത് sub e എന്നുള്ള mnemonic means accumulator is equal to content of accumulator plus 2's complement of that particular register. Okay, I hope നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ യൂസ് ചെയ്യുന്നത് സബ്ട്രാക്ട് രജിസ്റ്റർ ഓർ മെമ്മറി ഫ്രം അക്യൂമുലേറ്റർ വിത്ത് ബോറോ. നേരെ നമ്മൾ അഡീഷൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നമ്മൾ അക്യൂമുലേറ്ററിലെ കണ്ടന്റും മൈനസ് എന്ത് ചെയ്യും, നമുക്ക് രജിസ്റ്ററിലെ കണ്ടന്റ് മൈനസ് നമ്മളെ ബോറോ അതും കൂടി ചെയ്യണം. ഓക്കെ, ബോറോ ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ ക്യാരി ഉള്ളതുപോലെ തന്നെയാണ്, ബോറോ ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ ക്യാരി തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞാൽ കുറച്ചുകൂടി മനസ്സിലാവും. ഓക്കെ, സോ ഹിയർ വി ആർ ഹാവിങ് ദ കണ്ടന്റ് ആസ് ഫോർ അക്യൂമുലേറ്ററിന്റെ കണ്ടന്റ് എന്താണ് 44 ആണുള്ളത്. ഇവിടെ എന്താണുള്ളത് 13 ആണുള്ളത് അല്ലേ. അപ്പോൾ 4 - 3 അത് ഡെസിമൽ ഫോമിൽ നിങ്ങൾക്ക് ചെയ്യാം. നേരത്തെ കുറച്ച് നമ്മൾ ഡെസിമൽ ഫോമിൽ ബൈനറി ഫോമിൽ ഞാൻ 2's കോംപ്ലിമെന്റ് അഡീഷൻ എക്സ്പ്ലെയിൻ ചെയ്തത് മാത്രമേ ഉള്ളൂ. ഓക്കെ, 2's കോംപ്ലിമെന്റ് അഡീഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി നടക്കുന്നത് അവിടെ എന്താണ്, സബ്ട്രാക്ഷൻ തന്നെയാണ് നടക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ നോക്കുക, SBBE സബ്ട്രാക്ട് വിത്ത് ബോറോ ഇ ആണ് ചെയ്യുന്നത്. അപ്പോൾ 4 - 3. ഓക്കെ, 4 - 3 എത്രയാണ് വരിക 1, പിന്നെ 4 - 1 എത്രയാണ് വരിക 3. അപ്പോൾ നമുക്ക് ആൻസർ എത്രയാണ് വരേണ്ടത് 31 അല്ലേ. 31 മതിയോ ആൻസർ? അല്ല, നമുക്ക് ഇവിടെ എന്താണ് ചെയ്യേണ്ടത്, സബ്ട്രാക്ട് വിത്ത് ബോറോ. അപ്പൊ ആക്ച്വലി എന്താ ചെയ്യുന്നത്, നമ്മൾ ഈ ക്യാരി ഫ്ലാഗിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബോറോ എന്നുള്ളതും ക്യാരി ഫ്ലാഗിലെ വാല്യൂ തന്നെയാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ ക്യാരി ഫ്ലാഗിലെ വാല്യൂ 1 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആൻസറിൽ നിന്ന് 1 കൂടി കുറയ്ക്കും. അതായത് നമ്മൾ 44 - 13 ചെയ്തപ്പോൾ നമുക്ക് 30 എന്നാണ് ഹെക്സാഡെസിമലിലെ വാല്യൂ കിട്ടിയിട്ടുള്ളത്. 30 അല്ല, 44 - 13 ചെയ്താൽ നമുക്ക് എത്ര കിട്ടാം, 31 എന്നാണ് നമുക്ക് ഹെക്സാഡെസിമൽ വാല്യൂ കിട്ടിയിട്ടുള്ളത്. ആ 31ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, 1 കൂടി സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ആൻസർ എന്താ കിട്ടുക 30, which is stored in the accumulator. Okay, so SBBE means we are subtracting the value in E register. നമ്മൾ A registerലുള്ള വാല്യൂ ഈക്വൽ എന്താ വരിക, A register minus the value in E register minus carry ഉണ്ടെങ്കിൽ. ഓക്കെ, ഡിപ്പെൻഡിങ് ഓൺ ക്യാരി ഫ്ലാഗിന്റെ വാല്യൂ എന്തായിരുന്നോ തൊട്ടു മുന്നേ അതിനനുസരിച്ചിട്ടാണ് ഈ 1 ആവുക. ഓക്കെ, സോ ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ എനിക്ക് എന്ത് പറയാം, എ രജിസ്റ്ററിലെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ വരിക, ഈക്വൽ ടു എ രജിസ്റ്ററിലെ വാല്യൂ ദാറ്റ് ഈസ് 44 - 13. അപ്പൊ എത്ര കിട്ടുന്നത് 30 മൈനസ് ഇവിടെ നമ്മൾ ക്യാരി എന്താ 1. അപ്പൊ 44 - 13 എന്ന് പറഞ്ഞാൽ എത്ര വരിക 31. ഓക്കെ, 31 നമ്മൾ എന്നുകൂടി മൈനസ് ചെയ്യണം ക്യാരി, അതാണ് നമ്മളെ ബോറോ ആയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, സോ 31 - 1 എന്ന് പറഞ്ഞാൽ എത്ര വരും 30. സോ SBBE മീൻസ് എന്താണ് സംഭവിക്കുക, ദ കണ്ടന്റ് ഇൻ എ രജിസ്റ്റർ വിൽ ബി ഈക്വൽ ടു കണ്ടന്റ് ഇൻ എ രജിസ്റ്റർ മൈനസ് ഇ രജിസ്റ്റർ മൈനസ് ദ ക്യാരി ബിറ്റ്. ഓക്കെ, സോ ദിസ് ഇസ് SBBE. ഇനി നമ്മൾ SUI എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, SUI എന്ന് പറഞ്ഞാൽ സബ്ട്രാക്ട് ഇമ്മീഡിയറ്റ് ഫ്രം ദി അക്യൂമുലേറ്റർ. അതായത് വി വിൽ ബി സബ്ട്രാക്ടിങ് ദ കണ്ടന്റ് ഇൻ അക്യൂമുലേറ്റർ with the operand that is specified in the instruction. Okay, അപ്പോൾ SUI 05 എന്ന് പറയുന്നത് content of accumulator, okay, A minus 05 ചെയ്യും and the resultant will be stored in the accumulator itself. Okay, so SUI 05 means we will be subtracting 05 from the accumulator content and the resultant will be stored in the accumulator itself. That is, we will be subtracting A minus this 8-bit data and the resultant will be stored in the accumulator itself. Okay, so അത് ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ഓൾറെഡി വി ഹാവ് എക്സ്പ്ലെയിൻഡ് അബൌട്ട് ഹൗ എങ്ങനെയാണ് സബ്ട്രാക്ഷൻ ചെയ്യുന്നത്, സബ്ട്രാക്ഷൻ വിത്ത് ബോറോ ചെയ്യുന്നതൊക്കെ വി ഹാവ് ഓൾറെഡി എക്സ്പ്ലെയിൻ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് കം the next arithmetic instruction, that is ഇവിടെ ഓപ്പ് കോഡ് അല്ല കേട്ടോ, ദിസ് ഇസ് നിമോണിക്. ഓക്കെ, നിമോണിക് ആണ്, ഓപ്പ് കോഡ് അല്ല. ഞാനത് ഫസ്റ്റ് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇറ്റ് ഇസ് നോട്ട് ഓപ്പ് കോഡ്, ഇറ്റ് ഇസ് നിമോണിക്. അത് ഞാൻ മാറ്റാൻ വിട്ടുപോയതാണ്. ഓക്കെ, ശരി. അപ്പോൾ SUI നമ്മൾ പറഞ്ഞു, ആൻഡ് ഹിയർ ആൾസോ ദിസ് ഇസ് നോട്ട് ഓപ്പ് കോഡ്, ഇതെന്താണ് നിമോണിക് ആണ്. ഓക്കെ, നിമോണിക് SBI ഇസ് ദ ന്യൂ നിമോണിക് ദാറ്റ് വി നീഡ് ടു സ്റ്റഡി. SBI എന്ന് പറയുന്നതാണ് സബ്ട്രാക്ട് ഇമ്മീഡിയറ്റ് ഫ്രം ദി അക്യൂമുലേറ്റർ വിത്ത് ബോറോ. ഓക്കെ, അപ്പൊ എന്താ ചെയ്യുക, SBI 45 മീൻസ്
8-bit data and borrow flag is subtracted from the contents of the accumulator. Okay, ഇപ്പോൾ SBI 45 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കണ്ടന്റ് ഇൻ അക്യുമുലേറ്റർ മൈനസ് ഈ കണ്ടന്റ് 45 മൈനസ് എന്ത് ചെയ്യും, ബോറോ ഫ്ലാഗ് ദാറ്റ് ഈസ് ക്യാരി ബിറ്റും കൂടി സബ്ട്രാക്ട് ചെയ്യും. Okay, and the resultant will be stored in the accumulator itself. Okay, so SBI means subtract immediate from the accumulator with the borrow. So the 8-bit data and the borrow flag is subtracted from the contents of accumulator. Okay, so A minus e content ചെയ്യും minus നമ്മുടെ carry bit, that is the borrow flag, and the resultant will be stored in the accumulator itself. ഇനി നമുക്ക് next instruction ആണ് increment register. Okay, അപ്പോൾ this keyword is the contents. This keyword is used to increment the contents of register or memory location by 1. Okay, in the resultant എവിടെ എത്തനെയാ സ്റ്റോർ ചെയ്യുക, the result will be stored in the same place itself. Okay, ഇനി നമ്മൾ മെമ്മറിയാണ് ഇൻക്രിമെന്റ് ചെയ്യുന്നത് വെച്ചാൽ എന്താണ് ചെയ്യുന്നത്, നമ്മൾ മെമ്മറി ലൊക്കേഷൻ എന്നുള്ളത് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്താണ്, HL പെയർ ആണ്. ഓക്കെ, മെമ്മറി ലൊക്കേഷൻ നമ്മൾ ഇനി എവിടെ പറയുകയാണെങ്കിലും അവിടെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇറ്റ്സ് അഡ്രസ് ഈസ് സ്പെസിഫൈഡ് ബൈ ദ കണ്ടന്റ്സ് ഓഫ് HL പെയർ. Okay, അപ്പോൾ നമുക്ക് we can increment the content of increment the register or also the memory by using this command INR. ഇനി എങ്ങനെയാണ് content in register memory നമ്മൾ increment ചെയ്യാൻ നമുക്ക് നോക്കാം. Okay, so നിങ്ങൾ നോക്കിയേ ഇവിടെ in 8085 the instruction set INR is a mnemonic that stands for increment and R stands for any of the registers or memory location M that is pointed by HL pair. Okay, അപ്പോൾ നമ്മൾ INR M ആയിട്ട് ഒരു എക്സാമ്പിൾ എടുത്തു. Okay, so this is the M എന്ന് പറയുന്നത് എന്താണ്, HL pair. Okay, so in HL pairൽ പോയിന്റ് ചെയ്തിട്ടുള്ള അഡ്രസ് ഏതാണ്, 4050. HL പെയറിലുള്ള അഡ്രസ് എന്താണ്, 4050. ഇനി 4050 എന്നുള്ള അഡ്രസ്സിലുള്ള കണ്ടന്റ് എന്താണ്, 05 അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, INR M എന്ന് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക, we will be incrementing the contents inside this memory address, that is 4050 എന്നുള്ള മെമ്മറി അഡ്രസ്സിന്റെ ഉള്ളിലുള്ള കണ്ടന്റിനെയാണ് നമ്മൾ ഇൻക്രിമെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ 05 എന്തായിട്ട് മാറി, 06 ആയിട്ട് മാറി. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ എന്ത്, ഇൻക്രിമെന്റ് എന്നുള്ള കമാൻഡ്. ഓക്കെ, സോ ഇൻക്രിമെന്റ് രജിസ്റ്റർ അല്ലെങ്കിൽ ഇൻക്രിമെന്റ് മെമ്മറി എന്ന് പറഞ്ഞാൽ വി വിൽ ബി ഇൻക്രിമെന്റിംഗ് ദ കണ്ടന്റ്സ് ഓഫ് ദ മെമ്മറി ഓർ രജിസ്റ്റർ ബൈ 1. ഓക്കെ, സോ ഇവിടെ മെമ്മറി എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്താണ്, മെമ്മറി എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്താണ്, മെമ്മറി എന്ന് പറഞ്ഞാൽ ആ HL പെയർ തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, സോ HL പെയറിലുള്ള അഡ്രസ് എന്താണ്, 4050, and inside that address we have stored the value 05. so increment M means we are incrementing the contents in the memory location, that is we are incrementing the contents in HL pair, that is we are incrementing the content in 4050, അതായത് 5 ഇൻക്രിമെന്റ് ചെയ്ത് we will be getting the answer as 6. ഓക്കെ, അതാണ് നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ എന്തല്ല ഇൻക്രിമെന്റ് ചെയ്യുന്നത്, അഡ്രസ് അല്ല ഇൻക്രിമെന്റ് ചെയ്യുന്നത്, എന്താണ് ഇൻക്രിമെന്റ് ചെയ്യുന്നത്, കണ്ടന്റ് ആണ് ഇൻക്രിമെന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഈസ് INXR. INX എന്ന് പറഞ്ഞാൽ ദ കണ്ടന്റ്സ് ഓഫ് രജിസ്റ്റർ അല്ല, രജിസ്റ്റർ പെയർ ആണ് നമ്മൾ ഇൻക്രിമെന്റ് ചെയ്യുന്നത്. ഓക്കെ, രജിസ്റ്റർ പെയർ, ദ കണ്ടന്റ്സ് ഓഫ് രജിസ്റ്റർ പെയർ ആർ ഇൻക്രിമെന്റഡ് ബൈ 1 and the result is stored in the same place itself. ഓക്കെ, എക്സാമ്പിൾ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് INXH. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, വി ഹാവ് യൂസ്ഡ് ദ ഇൻസ്ട്രക്ഷൻ INXB. ഓക്കെ, INXB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ബി ഒറ്റയ്ക്കല്ല, നമുക്ക് INX വിൽ ബി യൂസിങ് ഇറ്റ് വിത്ത് രജിസ്റ്റർ പെയർ. ഓക്കെ, സോ രജിസ്റ്റർ പെയർ ഏതാ, ബിന്റെ BC. ഓക്കെ, സോ BCയിലുള്ള അഡ്രസ് വാല്യൂ എന്താണ്, അഡ്രസ് എന്താണ്, 16-bit അഡ്രസ് 4050 ആണുള്ളത്. ഓക്കെ, സോ നമ്മളത് എന്ത് ചെയ്യും, ഇൻക്രിമെന്റ് ചെയ്യും. INXB എന്ന് പറഞ്ഞാൽ ആ രജിസ്റ്റർ പെയറിൽ ആണ് നമ്മൾ ഇൻക്രിമെന്റ് ചെയ്യുന്നത്. ഓക്കെ, രജിസ്റ്റർ പെയർ നമ്മൾ യൂഷ്വലി ആർ ജനറലി യൂസ്ഡ് ടു സ്റ്റോർ 16-bit മെമ്മറി അഡ്രസ്. അപ്പൊ നമ്മൾ മെമ്മറി അഡ്രസ്സിനെ ഇൻക്രിമെന്റ് ചെയ്യാനാണ് എന്ത് യൂസ് ചെയ്യുന്നത്, INX യൂസ് ചെയ്യുന്നത്. അപ്പൊ 16-bit മെമ്മറി അഡ്രസ്സിനെ നമ്മൾ എന്ത് ചെയ്തു, ഇൻക്രിമെന്റ് ചെയ്തു. ഓക്കെ, സോ INX-ഉം INR-ഉം തമ്മിൽ മാറിപ്പോകരുത്. INR we are using it to increment the contents in that particular address. Okay, here we are incrementing that particular 16-bit memory address that is stored in the register pair. നമ്മൾ INR യൂസ് ചെയ്തിട്ടുള്ളത് രജിസ്റ്ററിലായിരുന്നു, പക്ഷേ INX യൂസ് ചെയ്യുന്നത് രജിസ്റ്റർ പെയറിലാണ്. ആൻഡ് രജിസ്റ്റർ പെയർ ഈസ് ജനറലി യൂസ്ഡ് ടു സ്റ്റോർ 16-bit മെമ്മറി അഡ്രസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ INXB എന്ന് പറയുമ്പോൾ ബി രജിസ്റ്റർ പെയർ അതാ, ബിന്റെ അസോസിയേറ്റ് ഉള്ള രജിസ്റ്റർ പെയർ ഇസ് BC. ഓക്കെ, BCയിലുള്ള അഡ്രസ് 4050 ആണ്. സോ ഇറ്റ് വിൽ ബി ഇൻക്രിമെന്റഡ് ബൈ 1, that is 4051. അപ്പോൾ ഇതാണ് INX-ഉം INR-ഉം തമ്മിലുള്ള വ്യത്യാസം. സോ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സ്റ്റുഡൻസ്.